ക്യാൻസർ 11-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ആഗമം, പ്രത്യക്ഷം, അനുമാനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു ചികിത്സകൻ അല്ലെങ്കിൽ രോഗി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് ഇവ. ഇവിടെ ആഗമത്തെ ബ്രഹ്മാണ്ഡമായും പ്രത്യക്ഷത്തെ പിണ്ഡാണ്ഡമായും കരുതി ആചാര്യന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമേ ചികിത്സ സമ്പൂർണ്ണമാകുള്ളൂ എന്ന് അവർ വ്യാഖ്യാനിച്ചു. ഇന്ന് ചികിത്സ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, സമ്പത്ത് അഥവാ പണം ഇവയെല്ലാം ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു മേഖല ആയി മാറിയിരിക്കുന്നു. ഇവയിൽ മനസ്സിൻ്റെ പ്രാധാന്യം കുറയുകയും അതുകൊണ്ട് തന്നെ ചികിത്സയിലെ സൂക്ഷ്മത, വിശാലചിന്ത നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഒരു സൂക്ഷ്മത അല്ലെങ്കിൽ ഒരു ധ്യാന അവസ്ഥയിൽ രോഗിയെ സമീപിക്കുന്ന രീതി നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരുപാട് തെറ്റായ ചികിത്സകൾക്ക് രോഗി വിധേയമാകേണ്ടി വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഗുരുനാഥൻ ഇടയ്ക്കിടെ പറയുന്നത്. അദ്ദേഹം ഉദാഹരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു തുമ്മൽ, ഒരാൾക്ക് ഒരുപാട് കാലമായി തുടർച്ചയായി തുമ്മൽ, അലർജിക്കുള്ള ടെസ്റ്റുകൾ ചെയ്തു, പ്രശ്നമില്ല. അങ്ങനെ പല ചികിത്സകൾ ചെയ്തു. മോഡേൺ ചെയ്തു, ഹോമിയോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു, ഒറ്റമൂലികൾ ചെയ്തു. പക്ഷേ തുമ്മൽ മാറുന്നില്ല. അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു നാട്ടുവൈദ്യൻ്റെ അടുത്തെത്തുന്നു. അദ്ദേഹം കണ്ട ഉടനെ ഇദ്ദേഹം തുമ്മിക്കൊണ്ട് വരികയാണ്. കണ്ട ഉടനെ മൂക്കൊന്ന് പരിശോധിച്ചു. മൂക്ക് പരിശോധിച്ച് അദ്ദേഹം പറയുന്നു, ഒരു സർജറി അത്യാവശ്യമായിട്ട് വേണം, ഇവിടെ കിടക്കൂ എന്ന് പറഞ്ഞു. ഒരു കട്ടിലിൽ കിടത്തി അദ്ദേഹം ഒരു കൊടിൽ അല്ല ചവണ എന്നെല്ലാം പറയുന്ന ഒരു ഉപകരണം കൊണ്ടുവന്ന് മൂക്കിനുള്ളിലേക്ക് കടത്തുകയും അവിടെയുള്ള ഒരു വലിയ രോമം പറിച്ചെടുക്കുകയും ചെയ്തു. രോഗി പെട്ടെന്നൊന്ന് പടഞ്ഞെങ്കിലും പിന്നീട് അയാൾക്ക് ഒരിക്കലും തുമ്മൽ ഉണ്ടായിട്ടില്ല. ഇത് യഥാർത്ഥ കഥയായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പലപ്പോഴും നമ്മുടെ മൂക്കിനുള്ളിൽ ഇതുപോലെ ബലമുള്ള, അതായത് സാധാരണ രോമങ്ങളിൽ നിന്നെല്ലാം വണ്ണം കൂടി കയറുപോലെ ഒരു രോമം വളർന്നു വരുന്ന അവസ്ഥ ചിലർക്കൊക്കെ കാണാറുണ്ട്. ഇത് ദശയുടെ മറ്റൊരു രൂപം ആണോ എന്നറിയില്ല. ഏതായാലും ഇത്തരം രോമമുള്ളവർക്ക് തുമ്മൽ കൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും തുമ്മൽ വിദഗ്ധന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഈ കാര്യമൊന്ന് പരിഗണിക്കുക. ചരക മഹാമുനി പറയുന്നു, നമ്മൾ കലാശാല പഠനം കഴിഞ്ഞാൽ ആട് മേയ്ക്കുന്നവൻ്റെ അരികിൽ പോയി പഠിക്കണം എന്ന്. അതായിരുന്നു അന്നത്തെ ഹൗസ് സർജൻസി. ആട് മേയ്ക്കുന്നവൻ്റെ അടുത്ത്, പക്ഷികളെ വളർത്തുന്നവൻ്റെ അടുത്ത്, പശുവിനെ വളർത്തുന്നവൻ്റെ കൂടെ എല്ലാം അവരുടെ അസിസ്റ്റൻ്റായിട്ട് പോയി നിന്ന് പഠിക്കുമ്പോൾ പശു കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ ആട് കഴിക്കുന്ന ആഹാരം, അങ്ങനെ ഒരു പ്രത്യേക ചെടിയെ ആട് കൂടുതലായി കഴിക്കുമ്പോൾ അടുത്ത ദിവസം അതിൻ്റെ മലമൂത്ര വിസർജനങ്ങൾ എങ്ങനെ വരുന്നു, അതിൻ്റെ നിറമെന്ത്, മണമെന്ത്, ഗുണമെന്ത്, പ്രത്യേകത എന്തെല്ലാം എന്നെല്ലാം ആട്ടിടയന്മാർക്ക് അറിയാം. ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്ന ചെടി കഴിക്കുമ്പോൾ ഇന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളത് അവർക്ക് പ്രാക്ടിക്കലായിട്ടൊരു വൈദ്യശാസ്ത്രം അവർ പഠിക്കുന്നുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ആളുകളുടെ ശിഷ്യന്മാരായിട്ട് അവിടെ പോയി നിന്ന് പഠിക്കുന്നത്. ഇതായിരുന്നു പഴയ കാലത്തെ ഹൗസ് സർജൻസി. കാട്ടിലേക്ക് വിടുക. അതേപോലെ ചില പക്ഷികൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് പരിക്ക് പറ്റുമ്പോൾ അവർ ഏത് പച്ചില കഴിക്കുന്നു എന്ന് നോക്കും. വയറിന് അസുഖമുള്ളപ്പോൾ പലപ്പോഴും പട്ടികൾ കഴിക്കുന്ന ഒരു പുല്ലുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം അത് കാണാം. ഇതേപോലെ വയറുവേദനയോ ദഹനക്കുറവോ ഉള്ളപ്പോൾ മനുഷ്യനെടുത്ത് അത് കഴിച്ചാലും വളരെ ഫലപ്രദമാണ്. അതിന് പകരം ഒരു മോഡേൺ ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സർജറിയും റേഡിയേഷനും കീമോവും എല്ലാം അതിനെ തുടർന്ന് വരും. അതായത് 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നത് എന്നതാണ് ഗുരുനാഥൻ ഇവിടെ സൂചിപ്പിക്കുന്നത്.
ആടിൻ്റെ കാഷ്ടവും മൂത്രവും എല്ലാം നോക്കിയിട്ട് നമുക്ക് ഔഷധങ്ങളുടെ ഗുണം തിരിച്ചറിയാൻ കഴിയും. ഇതൊരു പ്രാക്ടിക്കൽ പരിശീലനമാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഗുരുനാഥൻ ഇവിടെ വാമനത്തെക്കുറിച്ച് പഞ്ചകർമ്മയിലെ ഒരു പ്രധാന ഇനമായ വാമനം അഥവാ ഛർദ്ദിപ്പിക്കൽ ഇതിനെക്കുറിച്ച് പറയുന്നു. ഇടയ്ക്ക് പറയട്ടെ, തലയിലുള്ള ENT രോഗങ്ങളിലെല്ലാം ഈ വാമനം വളരെ പ്രധാനമാണ്. തലയിലുള്ള അല്ലെങ്കിൽ തലച്ചോറിലുള്ള ട്യൂമറുകൾ പോലും വാമനം കൊണ്ട് സുഖപ്പെടും. തലയിലെ പല ഞരമ്പുകളും വാമനത്താൽ സുഖപ്പെടും. ഇതിന് പ്രധാനമായും പഞ്ചകർമ്മയിൽ വൈദ്യന്മാർ ഉപയോഗിക്കുന്നത് ഫലപിപ്പലിയാണ്, അഥവാ മലങ്കാരക്ക, മദന എന്നെല്ലാം ഇതിന് പേരുണ്ട്. മദന എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ സുഗന്ധമാണ്. ഇത് മദിപ്പിക്കുന്ന, ഇതിനെ മോഹിപ്പിക്കുന്ന ഒരു ഗന്ധമുള്ളത് കൊണ്ടാണ്, ഇതിനെ മദിപ്പിക്കുന്ന സാധനമായതുകൊണ്ടാണ് മദന എന്ന പേര് വന്നത്. ഇത് മൂക്കുന്നതിന് മുമ്പാണ് പറിക്കുക. അതിനെ ഈറ അല്ലെങ്കിൽ ഓലയുടെ കൊട്ടയുണ്ടാക്കി അതിൽ ഇട്ടിട്ട് അവിടെ കിടന്നത് പഴുക്കണം. അങ്ങനെ പഴുത്താൽ അതിൻ്റെ അരി എടുത്തിട്ട് തൈരിലോ തേനിലോ നെയ്യിലോ ഇട്ട് വയ്ക്കും. ഇതിനെ എടുത്തിട്ടാണ് നമ്മൾ 1 രൂപ തൂക്കം, 1/2 രൂപ തൂക്കം രോഗിയുടെ ബലവും പ്രായവും അവസ്ഥയും എല്ലാം മനസ്സിലാക്കിയിട്ട് അറിഞ്ഞ് ആവശ്യത്തിനനുസരിച്ച് യുക്തി ഉപയോഗിച്ച് രോഗിക്ക് കൊടുത്തിട്ടാണ് നമ്മൾ രോഗിയെ ഛർദ്ദിപ്പിക്കുന്നത്. ഇങ്ങനെ ഛർദ്ദിപ്പിക്കുമ്പോൾ നെഞ്ച്, കഴുത്ത്, തല, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, പല്ല് ഇവയിലെല്ലാം അടിഞ്ഞു കൂടിയിട്ടുള്ള എല്ലാ അനാവശ്യ വസ്തുക്കളും പുറത്തു പോകും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. ഇതിലെ മാത്രയാണ് പ്രധാനം എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഈ മാത്ര അറിയാതെ കൊടുത്താൽ അപകടം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ അങ്ങനെ ഏത് മാത്രയും ഏത് രോഗിക്ക് എപ്പോൾ എങ്ങനെ ഏത് വിധത്തിലെല്ലാം കൊടുക്കണം, പാർശ്വഫലങ്ങളുണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇവയെല്ലാം അറിയുന്ന ഒരു വൈദ്യനായി മാറണമെങ്കിൽ, അല്ലെങ്കിൽ അറിയുന്ന ഒരു ചികിത്സകനായി മാറണമെങ്കിൽ അതിനാണ് സാധനയുടെ ആവശ്യം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നത്. രോഗി താൻ തന്നെയാണ്, തൻ്റെ ജീവൻ്റെ ഭാഗമാണ്, തൻ്റെ പരമപ്രധാനമായ ഒരു വ്യക്തിത്വമാണ് ആ രോഗി. അതുകൊണ്ട് ആ രോഗിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവരുത് എന്ന് ഓരോ നിമിഷത്തിലും ഊണിലും ഉറക്കലും ചിന്തിക്കുന്ന ആ വൈദ്യൻ്റെ സാധനയാണ്, അല്ലെങ്കിൽ ആ വൈദ്യൻ്റെ മനസ്സാണ് രോഗിക്ക് രക്ഷയായി മാറുന്നത്, രോഗിയെ രോഗശാന്തിയിലേക്ക് നയിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.